ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരാൻ വനിതാ പ്രതിഭകൾക്ക് പ്രചോദനമേകുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതിന്റെ കാരണം എന്താണെന്നൊക്കെ അവർ വരുമ്പോൾ തന്നെ നമുക്കറിയാം. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളായ രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം സായി വിഷ്ണു ആൻഡ് രമ്യ പണിക്കർ. അപ്പോൾ നിങ്ങളുടെ കുറേ പുതിയ വിശേഷങ്ങൾ കേൾക്കാനാണ് നമുക്ക് ആഗ്രഹം. കാരണം കുറേ നാളായിട്ട് നമ്മളിങ്ങനെ സ്ഥിരം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു സ്ഥിരം കാണുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് അറിയേണ്ടത്. പിന്നെ പാട്ട്, ഡാൻസ്, ചെറിയ ചെറിയ അഭിനയം, ചെറിയ ചെറിയ ഗെയിംസും നിങ്ങൾക്കൊന്നുമല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകാം. റെഡിയാണോ? റെഡി. റെഡി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ ആദ്യം തന്നെ നമുക്ക് കേൾക്കാം. എന്താണ് സായിയുടെ പുതിയ വിശേഷങ്ങൾ? പറയൂ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ആക്ച്വലി ഈ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഈ പേരെ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന പേരാണ്. കാര്യം എന്റെ വലിയ സ്വപ്നങ്ങളിലാണ് ഒന്നാണ് ഈ കാൻ ഫിലിം ഫെസ്റ്റിവലും ഓസ്കാറും ഒക്കെ. ആദ്യമായിട്ടാണ് റെഡ് കാർപ്പറ്റിൽ വരുന്നത്. തുടക്കമാവട്ടെ. ഇനി ശരിക്കുള്ള റെഡ് കാർപ്പറ്റിലേക്കുള്ള പോക്കിനുള്ള ഒരു തുടക്കമാവട്ടെ അല്ലേ? തുടക്കമാവട്ടെ. അതെ. ഞാൻ സായി ഒരുപാട് വേദിയിൽ അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ റെഡ് കാർപ്പറ്റിനോടുള്ള ഒരു ഇഷ്ടവും. അതുപോലെ ടാറ്റു എന്തോ ഓസ്കാറും ഉണ്ട്, അതൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക്? മസിൽ കൂടി പോയിട്ട് ഇപ്പൊ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ചെയ്തത് അതായത് അതിനോടുള്ള അത്രയും ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ്, ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിട്ടാണ്. ആൻഡ് രാവിലെയും എപ്പോഴൊക്കെ ഇത് നോക്കുവോ? അത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം? ഇതിന്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ക്ലോക്ക് പോലെ ഒന്നുമല്ല. അത് എന്താ പറയാ, പല സമയങ്ങളിലും ലൈഫിൽ ഡൗൺ ആയി പോയിരുന്നപ്പോ തനിയെ അങ്ങ് ചാടി എണീക്കാനായിട്ടുള്ള ഊർജ്ജമൊക്കെ തന്നിരുന്ന സ്വപ്നങ്ങൾ. അത് ഞാൻ പോലും ഒന്നും ചെയ്യണ്ട, പ്രവർത്തിപ്പിക്കുകയൊന്നും വേണ്ട, തനിയെ അങ്ങ് പ്രവർത്തിച്ചോളും. അപ്പൊ ഞാൻ ഈ ഓസ്കാർ വേദിയിൽ ഓസ്കാറും കൊണ്ട് നിൽക്കുന്നതും പിന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ അതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരും. റെഡ് കാർപ്പറ്റിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓൾറെഡി കോസ്റ്റ്യൂം ഒക്കെ മനസ്സിൽ ഡ്രസ് ചെയ്ത് അന്ന് ഞാൻ എങ്ങനെ വേണം, എന്ത് സംസാരിക്കണം, അതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആണോ? കോസ്റ്റ്യൂം ഇല്ല, പക്ഷെ എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയാം. അതൊക്കെ നമ്മള് പ്ലാൻഡ്. ഇനി ആ വേദി ഒന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആ വേദിയിലേക്ക് സായി എത്തും എന്നുള്ളത് ട്രീറ്റ്. രമ്യയുടെ വിശേഷം പറയും. രമ്യ എവിടെയൊക്കെ ഓസ്കാർ കുത്തി വെച്ചിട്ടുണ്ടോ? പച്ച ഞാൻ ഓസ്കാർ ഒന്നും കുത്തിയിട്ടില്ല. ടാറ്റു അടിക്കുന്നത് നാഷണൽ അവാർഡ് ഭയങ്കര ഇഷ്ടം, പക്ഷെ ഭയങ്കര പേടിയാ, പെയിന് ഭയങ്കര പേടിയാ. അതുകൊണ്ട് വിശേഷം എന്ന് പറയാനായിട്ട് ഞാനിപ്പോ നായികയായിട്ട് ചെയ്ത ചോരൻ എന്ന സിനിമ. എന്താണ് അതിന്റെ ഒരു മൂഡ്? എന്ത് ജോണറിലുള്ള മൂവി? ശരിക്കും ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നായികയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രവീൺ റാണയാണ് അതില് ഹീറോ. സാൻഡോ അന്തിക്കാട് സാറാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് റിലീസിനായിട്ട് പോസ്റ്റർ ഇറങ്ങി, ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ബിഗ് ബോസിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്? അല്ല, ബിഗ് ബോസിന് ശേഷം ചെയ്തത് കടുവ, ഷാജി കൈലാസ് സാറിന്റെ കടുവ. നമ്മളെല്ലാവരും മലയാളി പ്രേക്ഷകർ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതും എത്രയും പെട്ടെന്ന് ഇപ്പൊ റിലീസ് ആവും തോന്നുന്നു. മേ ബി എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ റിലീസ് ആവും. അപ്പൊ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ അതൊരു വലിയ ഭാഗ്യം. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റിയ അത് പറഞ്ഞപ്പോഴാണ്, അതായത് ഞാൻ ഇപ്പൊ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വിശേഷം. ഒരു വെറും ഒരു ആളായിട്ടല്ല ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്, വേറൊരു മുഖം എത്രയും പെട്ടെന്ന് നമ്മള് പ്രേക്ഷകർ കാണാൻ പോകുകയാണ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ഇത് വന്നു. അതായത് ഒരു പറഞ്ഞാ മതി, ഒരു സിനിമ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ റൈറ്റർ ഒക്കെ ആവാൻ പോവാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആരെങ്കിലും സായി നിന്നെ സിനിമയിലെടുത്തു എന്ന് പറയുന്നതിന് പകരം ഞാൻ തന്നെ എന്നോട് പറഞ്ഞു സായി നിന്നെ സിനിമയിലെടുത്തു. ഞാന് 4 വർഷത്തോളം ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. ആസൻ രണ്ട് രീതിയിൽ കഷ്ടപ്പെടാം. ഒന്ന്, നമുക്ക് ഈ ചാൻസ് ചോദിച്ചിട്ട് അത് ഞാൻ എൻ്റെ വഴിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് നമ്മളെ സ്വയം ഒരുക്കുക എന്നുള്ള സംഭവം. അതിന് ഞാനിപ്പോൾ ആക്ടിങ് ട്രെയിനിങ് ആണെങ്കിലും അതേപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണെങ്കിലും ഒരു ആക്ടറിന് വേണമെന്ന് ഞാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും അറിവുകളും ഒക്കെ നേടാനുണ്ട്. പിന്നെ ആസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് ആയി മാറാൻ ശ്രമിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും സിനിമ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവസാനം ഞാൻ ഓർത്ത് സ്വയം ഒരു സിനിമ എടുക്കാമെന്ന് വിചാരിച്ചു.
അത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം അഭിനയിക്കാനാണ്. അപ്പോൾ പിന്നെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ലീഡ് ആക്ടറായിട്ട് വരുന്ന സിനിമയായിരിക്കും. അപ്പോൾ ഒരു നല്ല ക്രൂ ഉണ്ട്, ഒപ്പം സൗഹൃദങ്ങളിൽ നിന്നുണ്ടാവുന്ന സിനിമയാണ്. അപ്പോൾ നല്ല ക്രൂ ഉണ്ട്. അപ്പോൾ ആദ്യം 1-2 കുഞ്ഞു സിനിമകൾ, ഷോർട്ട് ഫിലിംസ് വന്നിട്ട് പിന്നെ ഞങ്ങളുടെ ടീമിന്റെ വലിയ സിനിമയായിട്ട് വരാനാണ് പ്ലാൻ. അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ടും ഒന്നിച്ച് വന്നിട്ട് എന്നാൽ നമുക്ക് ഒരു സിനിമ എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട് മുമ്പോട്ട്. അതിന്റെ എവിടം വരെ ആയി, ഏത് ഘട്ടത്തിലാണ് നമ്മൾ ആദ്യത്തെ ഒരു ചെറിയ കുഞ്ഞു സിനിമയുടെ ഷൂട്ട് എല്ലാം സെറ്റാണ്. ഇനിയിപ്പോ ഷൂട്ട് തുടങ്ങിയാൽ മതി എന്നുള്ളൊരു ഷൂട്ട് തുടങ്ങിയാൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു സായിയുടെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലെ സായി ഒരു സിനിമാ നടനായിട്ട് അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണാന്ന് പറയുന്നത്. ഇവര് കൊച്ചിലേ തൊട്ട് കേൾക്കുന്നതാണ് സിനിമ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചവരാണെങ്കിൽ ചിലപ്പോൾ സോ കോൾഡ് സംഭവങ്ങളുടെ ഭാഗമായിട്ട് കല്യാണം കഴിഞ്ഞു, കാറ് വാങ്ങിച്ചു, ജോലി നേടി, വീട് വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാനിവിടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് എപ്പോഴും അച്ഛനാണേലും അമ്മയാണേലും അനിയത്തിയാണേലും എന്നെ മുമ്പിൽ കണ്ടിട്ട് അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തുമ്പോഴേ അവർക്കൊരു സമാധാനവും സന്തോഷമൊക്കെ. ഈ രമ്യയുടെ ഫാമിലി എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ കംപ്ലീറ്റ് ഒരു സപ്പോർട്ടായിരുന്നു? അത് ഇതേപോലെ വേണ്ട വേണം എന്നൊക്കെ ഉള്ള? ഇല്ല, ആദ്യമൊന്നും സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇല്ല, കാരണം തുടങ്ങിയത് മോഡലിംഗ് അല്ലെങ്കിൽ ഡാൻസിലൂടെ ആയിരുന്നു. അപ്പൊ ആദ്യമൊന്നും ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അത് അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് എൻക്വയറി വന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് ചേച്ചിയുടെ പേര് സൗമ്യ എന്നാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് മിഥുൻ ചേട്ടനും ചേട്ടന്റെ അമ്മയൊക്കെ അച്ഛനെ വിളിച്ചിട്ട് ഒരുപാട് ഷൗട്ട് ചെയ്തു, നിങ്ങൾ എന്നാത്തിനാ ഇങ്ങനെ മോളെ മൂവിലൊന്നും വിടാത്തെ, പുള്ളിക്കാരിയുടെ കഴിവ് തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനൊരു സപ്പോർട്ട് കിട്ടി. കാരണം 2 പെൺകുട്ടികളാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ആ ഒരു മനസ്സുണ്ടാവും. പിന്നെയാണ് ആദ്യം ഒരു സിനിമ ചെയ്തു, ഒരേ മുഖം ചെയ്തു, കുഴപ്പമില്ല, പിന്നെ 2ാമത് ചെയ്തു. ഇപ്പൊ അച്ഛൻ ഫുൾ സപ്പോർട്ടാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. ഇല്ല, അവര് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് രമ്യ സ്വന്തം ഞാൻ തന്നെയാണ്. ഈ ബിബിയിൽ വന്നതിന് ശേഷമുള്ള, അതായത് അതിന് മുൻപും സായി ഒരുപാട് ഓഡിഷൻസിന് പോയിട്ടുണ്ടാവും, റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓഡിഷനിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഈസി ആവുന്നുണ്ടോ, അതോ സ്റ്റിൽ കാര്യങ്ങൾ അവിടെ തന്നെയാണോ? ഞാൻ ഓഡീഷൻസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഒത്തിരി ഓഡീഷൻസിന് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഒത്തിരി പേരെ നമ്മളെ വിളിച്ചിരുത്തിയിട്ട് ഓഡീഷൻ നിർത്തിയിട്ട് ആ റോളിൽ ചിലപ്പോൾ വേറൊരാളായിരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരാൾ പ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര സങ്കടമാവും. നമ്മൾ എന്തിനാണ്, ഞാൻ അത് കഴിഞ്ഞിട്ടും എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ടുണ്ട്, പ്രമുഖരായ സംവിധായകരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചാൻസ് ഒക്കെ. അപ്പോൾ അവർ പറഞ്ഞേക്കണം എല്ലാ ഓഡീഷൻസിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അവരുടെ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉള്ളവർ തന്നെ ആയിരിക്കും വന്നിട്ട് ചെയ്യണം. ഫിലിമിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ചിലപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ സീസൺ ഒത്തിരി പേര് കണ്ട സീസണാണ്. അപ്പോൾ കണ്ട സീസൺ ആയതുകൊണ്ട് തന്നെ പേരും ആളെ അറിയാൻ പറ്റും. പക്ഷെ അതുകൊണ്ടൊന്നും സംഭവിക്കണമെന്നില്ല. ഞാനിപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇപ്പോഴും ഞാൻ എല്ലാത്തിനും അയച്ചു കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് ചെയ്യണ അന്നും ഇന്നും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈസി ആയതൊന്നുമില്ല. പിന്നെ ഓഡീഷൻസിനോട് എനിക്കെന്തോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡീഷൻസിനോടുള്ള വിശ്വാസത പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ വർഷങ്ങളായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളും ഉണ്ടാവാം. ഈ രമ്യ എങ്ങനെയാണ്, രമ്യയുടെ അതായത് ഒരുപാട് ഓഡിഷൻസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ, അതെയോ ആ മോഡലിങ്ങിലൂടെ തന്നെ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്? ഇല്ല, ഞാൻ ഓഡിഷന് ഇതുവരെ ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് പറഞ്ഞ ഞാനൊരു ട്രിവാൻഡ്രത്താണെന്ന് തോന്നുന്നു ഒരു ഇവന്റ്, ഒരു പ്രോഗ്രാം നടക്കുമ്പോഴാണ് എനിക്ക് എൻക്വയറി വരുന്നത്. നമ്മുടെ ഒരേ മുഖം എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ സജിത് സാറൊക്കെ അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ സാർ ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അന്ന് ഞാൻ പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിൽ അന്നൊന്നും ഇതില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അല്ലാതെയാണ് ഹദിയയിൽ കോള് വന്നത്. പിന്നെ അവിടുന്ന് ഒമറിക്ക, എനിക്കൊന്നും എന്നെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ചെന്നൈയിൽ ഒരു ഷൂട്ടിൽ നിന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്താൽ നമ്മുടെ പൊറിഞ്ചുമറിയ ജോഷി സാറിന്റെ അതും യാദൃശ്ചികമായിട്ട് കിട്ടിയതാ. അതെ, അങ്ങനെ ഒരു അതാണ് സായി പറഞ്ഞ പോലെ, ചിലർക്ക് ഇങ്ങനെ, ചിലർക്ക് അങ്ങനെ, ചിലർക്ക് വേറെ പലതും. നിങ്ങൾ രണ്ടുപേരുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനുള്ള ഒരു സമയമാണ്. രമ്യ എന്തായാലും നല്ലൊരു ഡാൻസർ ആണ്. എനിക്കത് കാണുമെന്ന് ആഗ്രഹമുണ്ട്. സായി നല്ലൊരു സിംഗറാണ്, ഞാനിവിടെ ആങ്കർ ആണല്ലോ. അല്ല, അത് പറ്റില്ലല്ലോ. അപ്പൊ രമ്യയുടെ ഒരു ഡാൻസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ സായിയുടെ ഒരു സപ്പോർട്ട് ആ ഡാൻസിന് വേണം. റെഡി? ശരി, സൂപ്പർ. ജ്ഞാനം വരട്ടെ, ആടുമിക്കാൻ കാടിനുള്ളിൽ
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പുത്തരി അല്ല എന്നുള്ളത് കേരളക്കരയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു കുഞ്ഞു ഗെയിം, വളരെ ചെറിയൊരു ഗെയിം കേട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് വളരെ ചെറിയ ഗെയിം ആയിരിക്കും, എന്നെ വിശ്വസിക്കാം. റെഡിയാണോ? വിശ്വസിക്കാനാണെങ്കിൽ തയ്യാറല്ല, ഗെയിം കളിക്കാൻ റെഡിയാണ്. ഓക്കെ ശരി, വിശ്വസിക്കാൻ പക്ഷെ റെഡിയാണ്. എന്തു ആയിക്കോട്ടെ. ഇതിനെ ജയിക്കുന്നവർക്ക് ഒരു അടിപൊളി സമ്മാനമുണ്ട് ആൻഡ് പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ആ പണിഷ്മെന്റ് കുറച്ച് ഹെവി ആയിരിക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കണം. പണിഷ്മെന്റ് മേടിച്ച് ശീലമുണ്ട്. നമ്മുടെ പണിപാളി എന്നുള്ള സെഗ്മെന്റിൽ സായിയും രമ്യയും റെഡി ആയിട്ടിരിക്കുകയാണ് ഗെയിം കളിക്കാനായിട്ട്. സോ ഈ ഗെയിമിന് ആവശ്യമായിട്ടുള്ള 2 ചോപ്പ് സ്റ്റിക്കുകളാണിത്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ബോൾട്ടുകൾ ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഈ ബോൾട്ടുകൾ ഈ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ ഈ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം. അടുത്തത് എടുക്കണം, അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ 1 മിനിറ്റ് സമയത്തിൽ എത്ര ബോൾട്ടുകൾ നിങ്ങൾ കളക്ട് ചെയ്യും അല്ലെങ്കിൽ അടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഗെയിമിന്റെ വാശിയേറിയ മത്സരത്തിന്. ഇവർ റെഡിയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആരാണ്? പക്ഷെ രമ്യാണോ സായിയാണോ? സായിയാണോ രമ്യാണോ? രമ്യാണോ സായിയാണോ? ജയിക്കുന്നത് ഞാനായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. ജയിക്കുന്നത് രമ്യാണ്, പക്ഷെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സായി ആണെന്നാണ് പറയുന്നത്. അപ്പൊ സായി റെഡി? ഞാൻ റെഡിയാണ്. റെഡി 1 2 3 മ്യൂസിക്. 5 മിനിറ്റിനകം എല്ലാം റെഡിയാവും. 2 ബോൾട്ടുകൾ ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. താഴെ പോയത് എടുക്കാലോ. എടുക്കാം. റയലിന്റെ അസുഖമുണ്ടോ? ചെറുതായിട്ട് 2 അടിച്ചില്ല തോന്നുന്നു. 2 അടിക്കാത്തതാണോ? 1 2 3 4 കോൺസെൻട്രേഷൻ. റെഡി. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 1 മിനിറ്റ് സമയമാണ് നിങ്ങൾക്കുള്ളൂ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഇനി ഒന്നേന്ന് ചെയ്യണം. റെഡി. വളരെ ഗംഭീരമായി സായി കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആരുടെയോ കണ്ണ്. രമ്യയുടെ കണ്ണ്. അടുത്ത ഞാനൊരു ഹോസിനെ കൂടി കളിച്ചാൽ മതിയോ? പറ്റില്ല. 20 സെക്കൻഡ് കൂടി ഉള്ളൂ. Only 20 more seconds. Ready? 1 സെറ്റ്. അതെന്താ സംഭവം അറിയോ? ഞാൻ പറഞ്ഞില്ല സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇല്ലേ, അത് എന്റെ കൈയുടെ വിറയൽ. ഇതായിരിക്കും. 5 4 3 2 1 ഈ അമൃത ചാനൽ വഴി, അമൃത ഹോസ്പിറ്റൽ വഴി എന്റെ കൈയുടെ വിറവലൊന്ന് മാറ്റി തരികയാണെങ്കിൽ ഞാൻ ഇത് ജയിച്ചതായി പറ്റുമോ? ഇല്ല, പ്രഖ്യാപിക്കും. എന്തായാലും നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരുന്നതായിരിക്കും. ഈ വിറയൽ എന്നുള്ള അസുഖം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരിഗണിക്കുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇവിടെ ഗെയിം സ്പിരിറ്റിൽ എടുക്കണം. 1 2 3 4 4 കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ആവേശം കൂടിയോണ്ടായിരിക്കും ഇടയിൽ പോയത്. അത് നന്നായിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആങ്കറായിട്ട് ഇന്ന് പലതും പറയാൻ പലർക്കും പറ്റും. ഒന്നൊന്ന് കാണിച്ചേ. കാണിക്കേ. വെല്ലുവിളി ഏറ്റെടുക്ക്. നിനക്ക് വെല്ലുവിളി പാട്ടിട്ട് കൊടുത്തേ. നോക്കണം കേട്ടാ, നമ്മൾ കൈ എത്തുന്നിടത്ത് മെയ് എത്തണം. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇച്ചിരി കൂടെ കുറച്ച് മാറുന്നത്. രമ്യ മറ്റേ കണ്ണ് നിന്റെ കണ്ണ് എന്നാ നിനക്ക് കണ്ണിന്റെ കൂടി ചികിത്സ സാധ്യതയെന്ന് ഞാൻ പറയുകയാണ്. അവരിന്ന് അടിപൊളിയായിരിക്കല്ലോ. കണ്ണിവിടെ എത്തും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണിവിടെ എത്തുന്നു. ബോൾട്ടാണെന്ന് പോലും മനസ്സിലാവില്ല. വെള്ളെഴുത്തായി വെള്ളെഴുത്ത്. നമ്മൾ ഒന്നായ കാര്യം മറക്കരുത്, മനസ്സിലായോ? കണ്ട ഇത് സെറ്റാണ്. അപ്പൊ കണ്ണിന്റെ പ്രശ്നമില്ല. എന്താ തീർന്നില്ലല്ലോ. 2 അപ്പോയിന്റ്മെന്റ്. അങ്ങനെ കണ്ണിനും
ജയിച്ചു. ആ, ശരി. 4 5 വെച്ചു. സായിയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. രമ്യ നിനക്കാണ് 5 നടത്തി വിടണം. ഇല്ല ഞാൻ അല്ല പണിഷ്മെന്റ് സാഹസിക ചെയ്യേണ്ടി വരും. അല്ല അങ്ങനെയല്ല. ഇല്ല, ഇത് ഞാൻ വെറുതെ ചെയ്താണ്. 4 എന്ന സായിയുടെ കൗണ്ടിനെ മറികടന്നാൽ രമ്യ ജയിക്കും. അപ്പൊ 2 അപ്പോയിന്റ്മെന്റ് ഫിക്സ്. വേറെ റെഡി. അടുത്തത് രമ്യയുടെ ചാൻസ് ആണ്. റെഡി 1 2 3 മ്യൂസിക്. മനസ്സ് ഏകാഗ്രമായി വെക്കണം. മനസ്സിൽ വേറെ തോട്ട്സ് ഒന്നും വരരുത്. ഓ, രമ്യക്ക് ട്രെയിനിൽ പോകാൻ പേടിയുണ്ടോ? ട്രെയിൻ പാളം ഇങ്ങനെ പോകുന്നത് പേടിയുണ്ടോ? ഫ്ലൈറ്റിൽ പോകുന്നത് പേടിയുണ്ടോ? ഫ്ലൈറ്റിൽ പോകുന്നത് കറക്റ്റ് ആട്ടാ. അയ്യോ ഇതേ പോയി. അയ്യോ ഇത് പോകും. 1 2 3 4. ഒരെണ്ണം കൂടി വെച്ചുണ്ടല്ലോ. ജയിച്ചു. ഒരെണ്ണം കൂടി വെച്ചോ വെറുതെ. ആടിപ്പോളി. കണ്ടുപിടിക്കടാ. ഇതാണ് നമ്മളൊന്നും എന്ത് തേങ്ങ കാണിച്ചിട്ടും കാര്യം. രമ്യയുടെ ആത്മസമർപ്പണം, ഡെഡിക്കേഷൻ ആണ് ഇവിടെ കണ്ടത്. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് മിനിറ്റ് തോൽക്കും, പക്ഷെ തോറ്റില്ല. അത് നമ്മുടെ ആഗ്രഹമല്ലേ? നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ രമ്യ വെറുതെ വളരെ ഗംഭീരമായിട്ട് കളിച്ചിരിക്കുകയാണ്. സൂപ്പർ. അപ്പൊ ഇനി രമ്യക്കുള്ള ഒരു കിഡ്ലൻ സമ്മാനം ആൻഡ് സായിക്കുള്ള പണിഷ്മെന്റുമായിട്ട് ഞാൻ ദാ വരുന്നു. അതായത് സായിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് എങ്ങനെയായിരിക്കും ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടോ? അപ്പൊ 10 വയസ്സിലുള്ള സായി എങ്ങനെയായിരിക്കും, 60 വയസ്സിലുള്ള സായി എങ്ങനെയായിരിക്കും പ്രണയം അവതരിപ്പിക്കുന്നത് കേട്ടോ. അത് ഇഷ്ടമുള്ള രീതിയിൽ, അങ്ങനെ ഇന്ന ഡയലോഗ്സ് വേണം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള രീതിയിൽ രമ്യയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത്. ഇത് 10 വയസ്സ് ലോലിപ്പോപ്പ് പിടിച്ചിരിക്കണില്ലേ? എടാ നിക്കണ അവള് പോയി പറ. എടാ നീ പോയി പറയടാ. എനിക്ക് 50 രൂപയുടെ മിഠായി മേടിച്ചു തന്നു, അല്ലെങ്കിൽ നീ പോയി പറ. ട്യൂഷൻ മാസ്റ്റർ ഇപ്പൊ വരും, പെട്ടെന്ന് പോയി പറഞ്ഞിട്ട് വാ. ഈ മിഠായി ഞാനാ കൊടുത്തു വിട്ടെ അവന്റെ കയ്യില്. ഇവൻ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചോണ്ട് തന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു. ഇവന് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. രമ്യ നീ വേഗം പോയി പറ. ഞാൻ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു. താനാണോ ആ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന ആള്? മിസ്റ്റർ ഡാർക്ക് കിഡ്. എന്താ മിസ്റ്റർ ഡാർക്ക് കിഡ് ഞാനാണ്. ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു. കാര്യം എന്താ? ഈ ബർത്ത്ഡേക്ക് ഞാൻ മിഠായി ചിലപ്പോൾ കൊടുത്തുവിടും. അടുത്ത ബർത്ത്ഡേക്ക് ഒരുമിച്ച് നമുക്ക് എൻ്റെ വണ്ടിയിൽ ഷേക്ക് കുടിക്കാൻ പോയാലോ? അടുത്ത ബർത്ത്ഡേ നിനക്ക് ലൈസൻസ് കിട്ടുവാടാ പൊട്ട. എന്റെ വേറെ വണ്ടിയുണ്ട്, മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ. സോ വിൽ യു ബി വിത്ത് മീ ഇൻ ദ ഷേക്ക് കുടിക്കൽ? മലയാളത്തിൽ ചോദിക്കടാ എന്നെ ഇഷ്ടാണോന്ന്. ഓക്കെ, രമ്യ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരും എല്ലാവരും പറയുന്നുണ്ട് തനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാനില്ലാത്ത സമയത്തല്ല, ഞാൻ ഉള്ള സമയത്ത് ഞാൻ അവിടെ കൂടെ പോകുമ്പോ താൻ എന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ എന്റെ സ്റ്റോറി ഫസ്റ്റ് സീൻ ചെയ്യണം. എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. രമ്യ ഇവന് നിന്നെ ഇഷ്ടാണ്, അത്രേ ഉള്ളൂ. അങ്കിളേ എന്താ നോക്ക് ആന്റി, ഞാൻ പറഞ്ഞില്ലേ നല്ല സ്മാർട്ട്, അതിന് ഭയങ്കര ഇഷ്ടമാണ്. ജില്ലങ്ങോട്ട് സ്വാസിക, ഓർമ്മയുണ്ടാ നമ്മള് വൈക്കം ചാലപ്പറമ്പില് ഒരുമിച്ച് പഠിച്ചാണ്. ഏത് ക്ലാസ്സില്? അതല്ല പറയാൻ പറഞ്ഞു. ഷീല ടീച്ചർ ക്ലാസ് ടീച്ചർ ആയിരുന്ന ക്ലാസ്. ഓ എടാ നീ നിന്റെ സായി. സ്വാസിക ഇങ്ങോട്ട് വന്ന്. സ്വാസികയല്ല, ഞാൻ രമ്യ. ഇതാരാണ്? സായിയുടെ തന്റെ പേരാ ഇവ കിട്ടിയിരിക്കണേ. അതെ, ആന്റി ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഭയങ്കര അല്ല, ഇഷ്ടമാണ്. ഞാൻ പറയാറുണ്ട് നല്ല കൂട്ടുകാരിയായിരുന്നൊക്കെ പറയാം. ഞങ്ങളിപ്പോ ആശുപത്രി വരെ പോയതാണെന്ന്. ആണോ? ഫുൾ ബോഡി ചെക്കപ്പ്. വാർദ്ധക്യ പെൻഷൻ കിട്ടിയോ? വാർദ്ധക്യ പെൻഷൻ കിട്ടിയോ? വാർദ്ധക്യ പെൻഷൻ കിട്ടിയില്ല. നിനക്ക് കിട്ടിയില്ല? ഇല്ല, ഞാൻ അതിന് ആപ്ലിക്കേഷൻ ഇവിടുത്തെ MLA ആരാണ്? ഇവിടുത്തെ MLA ഏതോ ഒരു പേരറിയില്ലടാ. വന്നത്. അതെല്ലാം അപ്പൊ അത് നമുക്ക് സെറ്റ് ആക്കണം. ഞാൻ ഒരു കൂട്ടനുസരിച്ച് നിക്കായിരുന്നു. നീ എന്റെ കൂടെ വരുമോ? വാർദ്ധക്യ പെൻഷൻ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞില്ലേ? എത്ര രൂപ കിട്ടണം? എനിക്ക് 10,000. എനിക്ക് 10,000. 20,000. ഇവക്ക് ജോലിക്ക് 25,000. 45,000 രൂപ പോലെ ഒരു കുടുംബത്തിന് മുമ്പോട്ട് പോകാനായിട്ട്. മതി.
അല്ലേ? എനിക്കാണെങ്കിൽ ഞങ്ങളിപ്പോ അമൃത വരെ പോയിട്ട് വന്ന എനിക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടേ. ഓ എനിക്കും തിമിരം, നിനക്ക് തിമിരത്തിന് മരുന്ന് എനിക്ക് കണ്ണിനൊരു കുഴപ്പമില്ല. നിനക്ക് കണ്ണാവാൻ ചിലപ്പോ എനിക്ക് പറ്റുമായിരിക്കും. എന്റെ കൈക്കൊരു വിറവലുണ്ട്, എന്റെ കൈക്കൊരു കുഴപ്പമില്ലല്ലോ. എന്റെ കൈ പിടിച്ച് കിടത്താൻ നിനക്കും പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ കണ്ണും എന്റെ കൈയുമായിട്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോയാലോ? അയ്യോ പക്ഷെ എന്റെ ഭർത്താവ് മരിച്ചില്ലേ? നന്നായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാസിക എന്ന് വിളിച്ചാൽ ഒരുമിച്ച് രണ്ടുപേരും കൂടി ഓടി വരും. കുട്ടിക്ക് ഇഷ്ടാവൂ? അയ്യോ എനിക്കിഷ്ടാ. അവൾക്ക് ഇഷ്ടമാണ്, അവളല്ലല്ലോ. ഈ വേഷം ഇത്ര സിമ്പിൾ ആയിട്ട് വേഷം ധരിക്കുന്ന ഇതാണ് വേണ്ടത് കുടുംബത്തിന് അല്ലേ? കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്റെ ഈ സ്റ്റൈല് കുഴപ്പമുണ്ടോ? ഇപ്പോഴും മുടിയൊന്നും പോയിട്ടില്ല. ശരിയാ. അപ്പൊ എങ്ങനെ? എനിക്കൊരു മോളുണ്ട്, മോളുടെ അടുത്തും കൂടി ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ. മോനായിരുന്നെങ്കിൽ എന്റെ പേരെ ഇട്ടെന്ന് ഓർത്ത് എനിക്ക് സന്തോഷിക്കായിരുന്നു. മോനായില്ല, മോളായിരുന്നു. മോളായിരുന്നില്ല. എന്നാലും സായിന്ന് വിളിച്ചാൽ യൂണിസെക്സ് ആയിരുന്നു. ഞാൻ സായി പല്ലവിന്ന് ഇടണോ എന്ന് വിചാരിച്ചതാണ്. ആലോചിച്ചില്ലേ? എന്തായാലും നീ അപ്പൊ പിന്നെ എങ്ങനെ? ചോദിച്ചല്ലോ. പക്ഷെ ഞാൻ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് വാർദ്ധക്യ പെൻഷൻ ശരിയാക്കാം, പിന്നെ എന്റെ തിമിരം കുറച്ചൊന്ന് കുറയ്ക്കാം, എന്റെ കൈയുടെ ഇതിന്റെ കുഴിയിലോട്ട് എടുക്കും. എന്തായാലും ഇനി കുഴിയിലേക്ക് പോണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് കുഴിയുടെ സൈഡിൽ പോയിരുന്ന് മിണ്ടിയും പറഞ്ഞ് കുഴിയിലേക്ക് അടിക്കുന്നവരെ അയക്കൂ. മോളെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നമുക്ക് പായസം ഞാൻ കൊണ്ടുവരാം. നമുക്ക് പായസം മിക്സ് മേടിച്ചിട്ട് വീട്ടിൽ പോകാം. പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി.